ദേശീയഗാനം മാറ്റണമെന്ന ആവശ്യവുമായി കർണാടകയിൽ നിന്നുള്ള ബി.ജെ.പിയുടെ പാർലമെന്റ് അംഗം ജനഗണ മന ബ്രിട്ടീഷുകാരെ സ്വാഗതം ചെയ്യാൻ ഉണ്ടാക്കിയതാണെന്നും വന്ദേമാതരത്തെ ദേശീയ ഗാനമാക്കണമെന്നുമാണ് ബി.ജെ.പി എം പി വിശ്വേശ്വർ കഗാരിയുടെ ആവശ്യം. എം പിയുടെ പരാമർശം വാട്സാപ്പ് ചരിത്രമെന്ന് പരിഹസിക്കുകയാണ് കോൺഗ്രസ്. അതേസമയം കെ പി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ബി.ജെ.പി എം പിയെ എന്താണ് ജനഗണമന അലോസരപ്പെടുത്തുന്നത്? എന്താണ് വന്ദേമാതരത്തെ ദേശീയഗാനം ആക്കണമെന്ന് പറയാനുള്ള സാഹചര്യം? എവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഉന്നയിക്കൽ? പ്രതീക്ഷ ഉത്തരകന്നഡ എം പി ആണ്. കർണാടകയിലെ മുൻ സ്പീക്കറാണ് ഈ വിശ്വേശ്വർ ഹെഗ്ഡെ കഗേരി എന്ന് പറയുന്ന ആൾ. ഏതായാലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉത്തരകന്നഡയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഒരു പരാമർശം എം പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതായത് വന്ദേ മാതരത്തെ ദേശീയ ഗാനം ആക്കണം. അതിന് പ്രധാന കാര്യം പറയുന്ന അദ്ദേഹം ഈ ജനഗണമന എന്നുള്ളത് ബ്രിട്ടീഷുകാരെ സ്വാഗതം ചെയ്യാനുണ്ടാക്കിയതാണ്. അതുകൊണ്ട് വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തെ ദേശീയ ഗാനമാക്കി മാറ്റണം എന്നാണ് എം പിയുടെ വിവാദ പരാമർശം വന്നത്. ഏതായാലും ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും മന്ത്രി പ്രിയങ്ക ഖാർഗെയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രതികരണമാണ്. വാട്സാപ്പ് ചരിത്രം പഠിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എം പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രിയങ്ക ഖാർഗെ പറയുന്നത്. പല കോൺഗ്രസിന്റെ പല സമ്മേളനത്തിലും, അതായത് 1911-ലും 37-ലും 39-ലും ഒക്കെ ഈ നാടിന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന പാട്ടാണ് എന്ന് ടാഗോർ തന്നെ വ്യക്തമാക്കിയതാണ് എന്നുകൂടി പ്രിയങ്ക ഖാർഗെ പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ പിന്നീട് ഒരു പ്രതികരണം എം പിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. എന്നാൽ പോലും ഈ ദേശീയ ഗാനം മാറ്റണം എന്നുള്ള പരാമർശം വലിയ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.